യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിന്ന് GBP/USD ലണ്ടൻ സെഷനിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു CRT 1 hour CRT ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള മെയിൻ റീസൺ നമ്മൾ ഓവറോൾ ഒരു ബിയറിഷ് മൂവ്മെൻ്റ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേ ലോ കാണാൻ പറ്റും. ഓക്കെ, ഈ ലോ. സോ ഇവിടെ പ്രൈസ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഒരു ഈക്വൽ ലോ, ഈ രണ്ട് ലോയും ഈക്വൽ ലോ രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്തത്, ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഷോർട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു സപ്ലൈ ബേസാണ്. ഓക്കെ, ദിസ് വൺ. ഓക്കെ, ഇതാണൊരു കീ ലെവലായിട്ട് മാർക്ക് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോട്ടാണ് ഇവിടെ ഞാൻ ഈ ഒരു റെഡ് ലൈനായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കറിയാമല്ലോ നമ്മളെ ലണ്ടൻ കിൽ സോൺ എന്ന് പറയുന്നത് 3 to 5, ആ ഒരു 3 AM to 5 AM UTC -5 പ്രകാരം. ഓക്കെ, സോ ആ ഒരു ടൈം ഗ്യാപ്പിലാണ് ഞാൻ ലണ്ടൻ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ്സ് നോക്കാറുള്ളത്. ഓക്കെ, സോ 1 hour ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, സോ ഇവിടെ 1 hour ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും പ്രൈസ് ഇവിടെ നമുക്ക് ഒരു 1 hour CRT ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇവിടെ ഫോം ചെയ്തു. ഞാനിവിടെ ആ ഒരു ടൈം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാതെ കാണാൻ പറ്റും ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പോയിൻ്റ് ടു ഈ ഒരു പോയിൻ്റ്, ഇതാണ് ആ ഒരു 2 hour വിൻഡോ. ഓക്കെ, ലണ്ടൻ കിൽ സോൺ എന്ന് പറയുന്നത് 3 to 5. ഓക്കെ, ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 3 to 5 ആ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എൻട്രി നോക്കുക. ഇവിടെ കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു കിൽ സോൺ കീ ലെവലിൻ്റെ തൊട്ടടുത്തായിട്ട്, ഇതാണ് നമ്മളെ കീ ലെവൽ. ഓക്കെ, ഈ ഒരു പോയിന്റ് നമുക്ക് ഇതിനെ 4 hour. ഓക്കെ, നമുക്ക് 4 hour കീ ലെവൽ എന്ത് ചെയ്യാം, ജസ്റ്റ് അതിനെ മാർക്ക് ചെയ്യാം. ഓക്കെ, കീ ലെവൽ. ഓക്കെ, ഷോർട്ടായിട്ട് നമുക്ക് KL. ഓക്കെ, ഇതായിരുന്നു നമ്മളെ 4 hour കീ ലെവൽ. ഓക്കെ, സോ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലൂടെ കംപ്ലീറ്റ് ആയി, 1 hour ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇവിടെ കംപ്ലീറ്റ് ആയി. സോ നമ്മൾ CRT ലോ, ഓക്കെ, ആ ക്യാൻഡിൽ റേഞ്ചിൻ്റെ ലോ, അതുപോലെ ക്യാൻഡിൽ റേഞ്ച് ഹൈ. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. സിംപ്ലി നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കീ ലെവലിൻ്റെ തൊട്ടടുത്ത് ഫോം ചെയ്തിട്ടുള്ള ആ ഒരു തിക്ക് ബോഡി ക്യാൻഡിൽ. ഓക്കെ, ഇവിടെ നമുക്ക് CRT ക്യാൻഡിലായിട്ട് ഈ ഒരു ക്യാൻഡിലിനെ ക്ലിയർ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്തു, നമുക്കിവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്തു, ആ ഒരു നമ്മളൊരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിൽ തിക്ക് ബോഡി രീതിയിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ CRT ക്യാൻഡിലായിട്ട് ഇവിടെ ഫോം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ത് ചെയ്യണം, പ്രൈസ് പർജ് ചെയ്യണം. ഓക്കെ, ഈ ഹൈ പർജ് ചെയ്യും വേണം. ഈ കീ ലെവൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് കൺഫർമേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഷോർട്ട്. അതായിരുന്നു ആക്ച്വലി ട്രേഡ് പ്ലാൻ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ വൺസ് ഈ ഒരു സോണ് അതുപോലെ കീ ലെവൽ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കൺഫർമേഷൻ ഏത് ടൈം ഫ്രെയിമിലാണ് നോക്കുന്നത്, ആ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 1 hour സോൺ ആയതുകൊണ്ട് 1 minute എന്ത് ചെയ്താൽ മതി, നമുക്കിവിടെ കൺഫർമേഷൻ നോക്കിയാൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു 1 minute. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 minute നമുക്ക് എങ്ങനെയാണ് പ്രൈസ് അവിടെ കൺഫർമേഷൻ തന്നത് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, സോ ഇതാണ് CRT ഹൈ. ഓക്കെ, ഈ ഒരു ഹൈ. ഓക്കെ, നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഹിയർ. ഓക്കെ, നമ്മൾ CRT ഹൈ പ്രൈസ് എന്ത് ചെയ്തു, ടാപ്പ് ചെയ്തു ഇവിടെ. ഓക്കെ, ആ ഒരു സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു സമയത്ത് ഇവിടെ എന്ത് ചെയ്തില്ല, പ്രൈസ് ഈ ഒരു കീ ലെവൽ ടച്ച് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മളെ ഒരു കീ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വൺ. സോ അത് പ്രൈസ് എന്ത് ചെയ്തില്ല, ടച്ച് ചെയ്തിട്ടില്ല. സോ നമുക്ക് കീ ലെവൽ ടച്ച് ചെയ്തതിന് ശേഷമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് കീ ലെവൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രൈസ് എന്ത് കൺഫർമേഷൻ തന്നു കഴിഞ്ഞാലും
നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ എടുക്കാൻ പാടില്ല. ഓക്കെ, സോ നമുക്ക് കീ ലെവൽ ടച്ച് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, നമുക്ക് കീ ലെവൽ ടാപ്പ് ചെയ്തു. 1 സെക്കൻഡ്. ഓക്കെ, കീ ലെവൽ എന്ത് ചെയ്തു, പ്രൈസ് ടാപ്പ് ചെയ്തു. ഓക്കെ, ഈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ 2 കാര്യം സംഭവിച്ചു. CRTൻ്റെ ഹൈ എടുത്തു. ഓക്കെ, CRT ഹൈ എടുത്തു, അതുപോലെ പ്രൈസ് എന്ത് ചെയ്തു, കീ ലെവൽ ടാപ്പ് ചെയ്തു. സോ ഇനി ഇവിടെ നമുക്ക് കൺഫർമേഷൻ എന്താണ്, FVG ഇൻവേർഷൻ നോക്കിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ മൊമെൻറ്റ് ഷിഫ്റ്റ് വാട്ട് പറയും, എന്ത് കൺഫർമേഷനാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ FVG ഇൻവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ലോ ഷിഫ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മൊമെൻറ്റ് ഷിഫ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അങ്ങനെയും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെതായ പ്രൈസ് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ മൊമെൻറ്റ് ഷിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ലെറ്റ്സ് സി, ഇവിടെ ആക്ച്വലി 2 കൺഫർമേഷനും പ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, പ്രൈസ് എന്ത് ചെയ്തു, ഈ ഒരു FVG ഇൻവേഴ്സായി. ഓക്കെ, സോ ആ ഒരു സെയിം പ്ലേസിൽ നമുക്ക് ഇവിടെ ഒരു മൊമെൻറ്റം ഷിഫ്റ്റും ആയി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഷോർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എബോവ് ആൻഡ് CRT ലോ, ഇതാണ് നമ്മളെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ, പ്രൈസ് എന്ത് ചെയ്തു, നമ്മളെ ആ ഒരു FVG ഇൻവേർഷൻ ടാപ്പ് ചെയ്തു. ശേഷം പ്രൈസ് എന്ത് ചെയ്തു, അവിടുന്ന് ടുവാർഡ്സ് നമ്മുടെ ടാർഗറ്റിലേക്ക് റൺ ചെയ്തു. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും, ആ ഒരു ട്രേഡ് നടന്ന് നോക്കിയാൽ മതി. 3 AM. ഓക്കെ, ലണ്ടൻ കിൽ സോൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. ഓക്കെ, അതുപോലെ 5 ആ ഒരു 2 hour വിൻഡോ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെയുള്ള ആ ഒരു ടൈം വിൻഡോ. ഓക്കെ, ഇതാണ് ആ ഒരു ലണ്ടൻ കിൽ സോണായിട്ട് എടുത്ത് ആ ഒരു സമയത്താണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്തത്, ഈ ഒരു സെറ്റപ്പ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 3 കാര്യങ്ങളാണ് നോക്കിയത്. കീ ലെവൽ വേണം, അതുപോലെ CRT ക്യാൻഡിൽ വേണം. ഓക്കെ, ദെൻ ഇത് സംഭവിക്കുന്നത് ഒരു കീ ടൈമിലായിരിക്കണം. ഇവിടെ നമ്മൾ കീ ടൈമായിട്ട് ചൂസ് ചെയ്തത് ലണ്ടൻ കിൽ സോണാണ്. ഓക്കെ, അപ്പോൾ ഇത് 3ഉം കൂടി ഒന്നിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നല്ല പ്രൊബബിൾ ട്രേഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നു. സോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.